ഒരു പട്ടാളക്കാരനെ കല്യാണം കഴിച്ചാലുള്ള ദോഷങ്ങളും ഗുണങ്ങളുമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് മൈനസ് നിന്ന് പ്ലസ്സിലേക്ക് പോവാട്ടോ. മൈനസ് ഭയങ്കര ഓർഗനൈസ്ഡ് ആയിരിക്കും. അതായത് നമ്മളൊരു സാധനം ഒരിടത്ത് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ തന്നെ ഇരിക്കണം. ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരിക്കണം. അവിടെ നിന്ന് അതിൻ്റെ ദിശ ഒന്നങ്ങോട്ട് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. ഇനി രണ്ടാമത്തൊരു കേസ്, ഇവർ എഴുന്നേൽക്ക് കുറേ നേരത്തെ ആയിരിക്കും. കാരണം അതാണല്ലോ അവർക്ക് ശീലം. ഇവിടെയൊക്കെ ആണെങ്കിൽ ഒരു 5:30 ആകുമ്പോഴത്തേക്ക് കണ്ണൂർന്ന് എഴുന്നേക്കും. എന്നാൽ പിന്നെ എഴുന്നേറ്റ് അങ്ങോട്ട് പോവുമോ? അതുമില്ല. നമ്മളെ തൊട്ടടുത്ത് കിടക്കുന്ന നമ്മളെ വിളിച്ചിട്ട് എണീക്കണില്ലേ, എഴുന്നേക്ക്, സമയം 5:30 ആയ സമയം 6 മണിയായി, 7 മണിയായി, എഴുന്നേക്ക് എന്നും പറഞ്ഞിട്ട് ഒരു സ്വൈര്യം തരൂല. ഇനി മൂന്നാമത്തെ കേസ്, നാളെ ഒരു സ്ഥലത്ത് പോകാനുണ്ടെന്ന് വിചാരിക്കും. അപ്പം അതിന് പ്രത്യേകിച്ചൊരു സമയം ഉണ്ടാവില്ല, എന്തെങ്കിലും ഭക്ഷണമൊക്കെ ആയിരിക്കും. അപ്പോൾ ഇന്ന് രാത്രി പ്ലാൻ ചെയ്യും, നാളെ നമ്മൾ എത്ര മണിക്ക് എഴുന്നേൽക്കുന്നു, എന്നിട്ട് നമ്മൾ ഈ സമയമാകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, ഈ ടൈമിൽ നമ്മൾ ഇവിടുന്ന് പുറപ്പെടുന്നു. അപ്പം ഒരു ഉദാഹരണത്തിന് ഒരു 9 മണിയാക്കി നമ്മൾ ഇവിടുന്ന് പോകുന്നതെന്ന് വിചാരിക്കും. 9 മണിയാകുമ്പം കറക്റ്റോ കുളിച്ചൊരുങ്ങി ആ വണ്ടിയിൽ കയറും. എന്നിട്ട് നമ്മൾ ഇറങ്ങിയില്ലെങ്കിലോ ഈ ഹോണടിയോടടിക്കും. ഇതൊക്കെയാണ് ഇവരുടെ മൈനസ് എന്ന് പറയാമോ? മൈനസ്. എനിക്കത് മൈനസാണ്. നമുക്ക് കുറച്ച് പ്ലസ് പോയിൻറ്റ്സ് പറയാം. അത് നമുക്ക് കുറച്ച് സന്തോഷവും കുറച്ച് ഉപകാരമൊക്കെ ഉള്ള കാര്യങ്ങളാണ്. അതായത് എന്താ, നമ്മളെ ഹെൽപ്പ് ചെയ്യുക. അതായത് അടുക്കളപ്പണിയാണെങ്കിൽ എല്ലാം ചെയ്യാൻ ഇവർ ഓക്കെ ആയിരിക്കും. എനിക്ക് കുക്കിംഗ് ആയിക്കോട്ടെ, പച്ചക്കറി വെട്ടലായിക്കോട്ടെ, മുറ്റടിക്കലായിക്കോട്ടെ, അടിച്ചുവാരലായിക്കോട്ടെ, തുടക്കലായിരിക്കോട്ടെ, പാത്രം കഴുകലായിക്കോട്ടെ, എല്ലാം ചെയ്തു തരും. എല്ലാത്തിനും ഓക്കെയാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്കൊരു സ്പേസ് തരും. പിന്നെ അത് മാത്രമല്ല, നമ്മളിങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അതായത് നമുക്ക് എന്താ പറയുക, നമ്മളെ കാര്യങ്ങൾ നമ്മൾ സ്വന്തം ചെയ്യണം എന്ന് പറഞ്ഞ്, ഇനി ഡ്രൈവിങ്ങോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിച്ച് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഒടുക്കത്തെ മോട്ടിവേഷൻ തന്ന് നമ്മളൊന്നിങ്ങനെ അപ്പാക്കി കൊണ്ടുവരാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ആൾക്കാരായിക്കോട്ടോ. ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം വിട്ടുപോയി. ഇതൊക്കെ എന്തൊക്കെയായാലും നമ്മളിങ്ങനെ ഒരാൾ നമ്മളോട് ചോദിക്കുകയാണ്, ഹസ്ബൻഡ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ട്, ഹസ്ബൻഡ് എന്തിനാ ആർമിയിലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് ചോദിക്കുന്ന ആ ഒരു സാധനമുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ നമ്മളിങ്ങനെ പ്രൗഡാക്കുന്ന ഒരു മൊമെൻറ്റ്. പട്ടാളക്കാരെ ഭാര്യമാരായിട്ടുള്ള കുറേ ആൾക്കാർക്കൊക്കെ ഇതൊക്കെ ഇങ്ങനെ റിലേറ്റബിൾ ആയിരിക്കും. കാരണം ഞാൻ കണ്ട പട്ടാളക്കാർക്ക് ഏകദേശം ഇങ്ങനെ തന്നെ ഒക്കെ ആട്ടോ. അപ്പം അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ താഴത്ത് കമൻറ്റ് ചെയ്യട്ടോ.